പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ മാസത്തെ റേഷൻ വിഹിതം വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസം നീല വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം നീല വെള്ള കാർഡുകാർക്ക് ഗണ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വെട്ടിക്കുറക്കലുകളാണ് സംഭവിച്ചിട്ടുള്ളത്. 10 കിലോ വെട്ടിക്കുറച്ചു അല്ലെങ്കിൽ 20 കിലോ വെട്ടിക്കുറച്ചു എന്നല്ല പറയുന്നത്. അവർക്ക് ആകെ കിട്ടുന്നതിന്റെ ഒരു കാൽഭാഗത്തോളം വെട്ടിക്കുറച്ചു അല്ലെങ്കിൽ ഒരു പകുതിയോളം വെട്ടിക്കുറച്ചു എന്ന് പറയാൻ കഴിയും. ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നീല കാർഡുകാർക്ക് സാധാരണ ലഭിക്കുന്നത് പോലെയുള്ള അരി ലഭിക്കും. ഒരു വ്യക്തിക്ക് 2 കിലോ അരി വീതം 4 രൂപ നിരക്കിലാണ് നീല കാർഡുകാർക്ക് ലഭിക്കുന്നത്. അതുപോലെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആട്ട 1 മുതൽ 3 വരെ ആട്ടയായിരുന്നു ലഭ്യതക്കനുസരിച്ച് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു ആട്ട വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് കുറച്ച് 1 മുതൽ 2 വരെ ആട്ട ലഭ്യതക്കനുസരിച്ച് ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം വെള്ള കാർഡുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ വെള്ള കാർഡുകാർക്ക് ഈ മാസം 1 കിലോ ആട്ട കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കിലോ അരിയും കുറച്ചിട്ടുണ്ട്. ഇതുവരെ അവർക്ക് ലഭിച്ചിരുന്നത് 4 കിലോ അരി വരെ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങളിൽ അത് 3 ആയി ചുരുങ്ങിയിരുന്നു. ഈ മാസം അത് 2 ആക്കി ചുരുങ്ങിയിട്ടുണ്ട്. അതാണ് വെള്ള കാർഡുകാർക്ക് കുറച്ച ഒരു കാര്യം. അതുപോലെ തന്നെ ആട്ട 3 വരെ ലഭിച്ചിരുന്നു. അത് 2 മാക്സിമം 2 വരെ ആക്കിയിട്ടും കുറച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ് നീല വെള്ള കാർഡുകാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീല കാർഡുകാരുടെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം തീയതി മുതൽ വെള്ള കാർഡുകാർക്കുള്ള ഭക്ഷ്യ കിറ്റ് വിതരണവും നടക്കും. നീല വെള്ള കാർഡുകാർക്കുള്ള ഭക്ഷ്യവിഹിതത്തിൽ ഗണ്യമായ വെട്ടിക്കുറക്കലുകൾ കുറച്ച സർക്കാർ നടപടി അത് ശരിയായില്ല ഉള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നീല വെള്ള കാർഡുകാരുടെ കാര്യത്തിൽ ഒരു ദയയും സർക്കാരുകൾ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. നീല കാർഡുകാരുടേത് ഒഴിച്ചു നിർത്തിയാൽ വെള്ള കാർഡുള്ള ആളുകൾ, പല ആളുകളും പാവപ്പെട്ട ആളുകളുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്, നിത്യ രോഗികളായ ആളുകളുണ്ട്. ഒക്കെയുള്ള ഒരു അവസ്ഥയിലാണ് സർക്കാരുകൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഭക്ഷ്യകിറ്റുകളുടെ വിതരണം നടക്കുന്നു എന്നുള്ളത് സത്യം തന്നെ. ആ സമയത്ത് ഒരു വിഭാഗത്തിന്റെ ഭക്ഷ്യവിഹിതങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇതുപോലുള്ള ഭക്ഷ്യകിറ്റ് വിതരണം നടത്തുന്നതിൽ വലിയ ഉചിതമായിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നുന്നില്ല. അത് സർക്കാരിന് പേരെടുക്കാനുള്ള മാത്രം വഴി ആവുകയുള്ളൂ. സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊരു മെച്ചമുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.